ഇന്ന് യു കെയിലോട്ട് നിങ്ങൾ വരുവാണെങ്കിൽ പഠിക്കാൻ മാത്രമായിട്ട് വന്നാൽ മതി. ഇവിടെ ഒത്തിരി നെഗറ്റീവ് ഉണ്ട്. നിങ്ങൾ ലോൺ എടുത്താൽ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ വരാൻ നിൽക്കണ്ട. ഹായ് ഫ്രണ്ട്സ്, അഭിസുഖയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇപ്പൊ നമുക്ക് സെപ്റ്റംബർ ഇൻടേക്ക് വരുവാണല്ലോ അല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഇപ്പൊ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പം യു കെയിലോട്ട് വന്നത്, ഈ സെപ്റ്റംബർ ഇൻടേക്കിലോട്ട് വന്നത് വെർത്താണോ അല്ലയോ ഒന്ന് പറയാമോ എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, എന്നെ സംബന്ധിച്ചോളം യു കെയിലോട്ട് തന്നെ വെർത്താന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ എന്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ യു കെനെ പറ്റി ഒത്തിരി നെഗറ്റീവ്സ് വീഡിയോസും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്, അതുപോലെ പോസിറ്റീവും ചെയ്തിട്ടുള്ള ഒരാളാണ്. കോമ്പൻസേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി അങ്ങനെ ചെയ്യണമെന്നല്ല കേട്ടോ. എനിക്ക് എന്റെ ഒപ്പീനിയൻ ശരിയെന്ന് തോന്നിയാൽ ഞാൻ ശരിയായിട്ട് ചെയ്യും, തെറ്റെന്ന് തോന്നിയാൽ തെറ്റായിട്ട് ചെയ്യും. ഞാനൊരു ഏജൻസിയുടെ ഒരാളോ ഒന്നുമല്ല. ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ഒരു ഏജൻസിയുടെ പേരോ ഫോൺ നമ്പറോ ഒന്നും കിട്ടാൻ പോണില്ല. എന്നോട് ചോദിച്ചായിട്ട് ഞാനിത് പറയാനും പോണില്ല ഒരു ഏജൻസിയുടെ പേരും. ഓക്കെ, എന്നിട്ടും ഞാൻ യു കെയിലോട്ട് തന്നെ പോസിറ്റീവാന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉണ്ട്. ഓക്കെ, ഞാനിവിടെ വന്ന് സെറ്റിൽ ആവാനോ PR ആവാനല്ല. നമ്മൾ 2 വർഷത്തെ പഠിത്തവും 2 വർഷത്തെ PSW നമുക്ക് യു കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ യു കെയിൽ തന്നെ അബ്സൊല്യൂട്ട്ലി വെർത്താന്നാണ് പറയാനുള്ളത്. അതേസമയം PSW ഒരു എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 വർഷത്തേക്കായിട്ട് യു കെയിലോട്ട് വരുന്നത് നഷ്ടമാണ്. നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പഠിക്കാനുണ്ട്, പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. യു കെ എന്താണ് എക്സ്പ്ലോർ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇപ്പൊ ഞാനൊരു ഡിപ്പെൻഡന്റ് ആയിട്ട് വന്നുകൊണ്ടാണ് എനിക്ക് നല്ല രീതിയിൽ യു കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. പക്ഷെ എന്റെ വൈഫൊന്നും പ്രോജക്റ്റ്, സെമിനാറോ, ഒന്നാമത് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ആണ്. ആഴ്ചയിൽ 4 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അറ്റൻഡൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ചിലവർ പറയും യു കെ ആണ് നമ്മൾ ക്ലാസ്സിൽ പോകേണ്ട, ഒന്നും വേണ്ടെന്ന്. അത് ആ കൊറോണ ടൈമോടെ അതിന് ഒരു അവസാനം വന്നു. ക്ലാസ്സിൽ പോവാതെ സ്റ്റുഡൻസിന് അറ്റൻഡൻസ് കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് റൂമിലിരുന്ന് അറ്റൻഡൻസ് ഇടായിരുന്നു. ഇന്ന് ആ സിസ്റ്റം എല്ലായിടത്തും വന്നു. ഇന്ന് യു കെയിലോട്ട് നിങ്ങൾ വരുവാണെങ്കിൽ പഠിക്കാൻ മാത്രമായിട്ട് വന്നാൽ മതി. പിന്നെ യു കെയിലോട്ട് വന്ന വെർത്താന്ന് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് മനസ്സിലാക്കിയ ഒത്തിരി കോൺസെപ്റ്റ് ഇവിടെ വരുമ്പം തെറ്റുന്നല്ല, അതിനെ വേറൊരു ആംഗിളിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം എന്ത് തന്നെ ആയിക്കോട്ടെ അതിലെല്ലാം വരും. നമ്മുടെ എന്താ പറയണ, ഒരു ആണ് പെണ്ണ്, ഒരു ജെൻഡർ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്താണ്, അല്ലെങ്കിൽ ഡേറ്റിംഗ് എന്താണ്, അല്ലെങ്കിൽ മതപരമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചേണ കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് സയൻസ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലോകം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആളുകൾ ഉണ്ടെന്ന് യു കെയിൽ വന്നേ പിന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി. നമ്മള് ഒരു കിണറ്റിൽ ജീവിക്കണ തവളയല്ല, നിങ്ങൾ വെളിയിലോട്ട് വന്ന് ലോകം കാണാൻ പറയുന്നുണ്ട്. ഒരു വീഡിയോ ഉണ്ടത്. ഈ രാജ്യത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഈ നാട്ടില് അവരവരുടെ നിയമങ്ങളെ പറ്റി നല്ല ധാരണയുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 18 വയസ്സുള്ള ഒരു പെങ്കൊച്ചിന് നമ്മുടെ നാട്ടില് ഒരു എന്തെങ്കിലും ഒരു പീഡനോ സെക്സ്വൽ ഹറാസ്മെന്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഏറ്റവും ആദ്യം അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ ആങ്ങളെ അടുത്തോ അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തോ പറഞ്ഞ് ഒരു പ്രശ്നത്തിന് പോകും. പക്ഷെ ഈ രാജ്യത്ത് അങ്ങനെയല്ല, നേരെ പോലീസ് സ്റ്റേഷൻ. അതായത് ഒരു പൗരന് അവർക്കിടെ ഈ രാജ്യത്തിൽ കിട്ടാവുന്ന നിയമത്തിനെ പറ്റി ഒരു ധാരണയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്നും ആളുകൾക്ക് ഇല്ലാത്തത് എന്താണ് എന്റെ റൈറ്റ്സ് എന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് അറിയില്ല. ഇന്നും കരഞ്ഞും പിടിച്ചും ഇങ്ങനെ വീട്ടിലുള്ളത്, പിന്നെ വീട്ടുകാർ പോവും, അവിടെ പോവും, പ്രശ്നമാവും, കയ്യാങ്കളിയാവും. പക്ഷെ ഈ രാജ്യത്ത് അങ്ങനെ ഒരു ഇതേ ഇല്ല. കാരണം എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുക. ലൈഫിൽ വരാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് ലോണോ വലിയ ബാധ്യത എടുത്ത് വരാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വരാൻ എല്ലാ സാഹചര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും നല്ലൊരു സ്ഥലം തന്നെയായിട്ട് ഞാൻ ഇന്നും യു കെനെ കാണുന്നുണ്ട്. ഓക്കെ, ഇതെന്റെ ഒരു വീഡിയോക്ക് വേണ്ടി പറയണല്ല, ഇറ്റ്സ് ഫ്രം മൈ ഹാർട്ട്. ഓക്കെ, ശരിക്കും യു കെയിൽ വന്നപ്പം ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. സമയത്തിന്റെ വാല്യൂ, ഇങ്ങനെ ഒരു ആൾക്കാർ എങ്ങനെയാണ് ഇംഗ്ലീഷുകാർ ഒരു പ്രസ്ഥാനങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കണത്. ഓക്കെ, ഇത് ഇവിടെ വന്ന് നമ്മളൊരു വിസിറ്റിംഗ് വിസയിൽ 10 ദിവസം വന്നോലെ അല്ല, ഒരു സ്റ്റുഡന്റ് വിസ അല്ലെങ്കിൽ ഒരു 4 വർഷം നമ്മൾ യു കെയിൽ നിൽക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയണത്, ഇവിടുത്തെ ആളുകൾക്കുടെ വിഷൻ. ഇപ്പം ഞാൻ ഈ അടുത്ത് ഒരു ഇംഗ്ലീഷ് വെഡ്ഡിങ്ങിന് പോയി. ഓക്കെ, ജസ്റ്റ് 100 പേര് തികച്ചില്ല ആ വെഡ്ഡിങ്ങിന്. ഇവിടുത്തെ ഞങ്ങളുടെ ഓഫീസിൽ, അതായത് ഫിനാൻഷ്യലി ഭയങ്കര സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാൾക്കുടെ കല്യാണമാണ്. ഇപ്പൊ എന്റെയൊക്കെ ആസ്തി വെച്ച് നോക്കുകയാണെങ്കിൽ, എനിക്ക് ആസ്തി പറയാനൊന്നുമില്ല കേട്ടോ, ഇപ്പൊ എന്റെയൊക്കെ വാപ്പാടെയൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ ആസ്തി വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ ഇരട്ടിയുള്ള ആളുകളാണ്. ഇപ്പം ഞാൻ പറഞ്ഞു എന്റെ കല്യാണത്തിന് 2000 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം പുള്ളി തലയിൽ കൈവച്ചു എന്നുള്ളതാണ്. പല കാര്യങ്ങളും ഇവർ ചെയ്യണ പല കാര്യങ്ങളും. അതുപോലെ ഇവരൊരു ബിസിനസ് നടത്തുന്നത്, അതിന്റെ കാര്യങ്ങള്,
ഇവർക്ക് റിലേഷൻഷിപ്പിന് ഇവർ കൊടുക്കണത്. കൂടുതലും വീഡിയോയിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനും ഞാൻ വിഷ്വലി റിയലൈസ് ചെയ്ത കാര്യങ്ങളാണ്. അതാണ് ഞാൻ എൻ്റെ ഓഫീസ്, എൻ്റെ ഫ്രണ്ട് എന്ന് ഞാൻ പറയണത്. എൻ്റെ ഓഫീസിൽ ഒരു ലേഡി ഉണ്ട്, പുള്ളിക്കാരത്തി 16-ാം വയസ്സിൽ പ്രേമിച്ചതാണ്. ഇന്ന് 54 വയസ്സുണ്ട്, 4 മക്കളുണ്ട്. ഓക്കെ, ഈ കുറച്ചായിട്ടുള്ള അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ നാട്ടിൽ വന്നോന്നല്ല, പക്ഷെ ഇങ്ങനെ ആളുകളുണ്ട്. ഒരു കുടുംബത്തെ നോക്കിക്കഴിഞ്ഞാൽ 3 മതം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പം കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, 19 വർഷം UK ജീവിച്ച മലയാളിയുടെ വീഡിയോയില്. അതില് ആ നൗഫൽ എന്ന് പറഞ്ഞ ആ ഇക്ക പറയുന്നുണ്ട് 3 റിലീജിയനുള്ള കുടുംബം. പുള്ളി എന്നിട്ട് എനിക്കെല്ലാം പുള്ളി വിത്ത് പ്രൂഫാ കാണിച്ചെന്ന്. നമ്മുടെ നാട്ടില് ഒരു ഹിന്ദു ഒരു മുസ്ലിമിനെ കെട്ടി, അല്ലെങ്കിൽ ഒരു മുസ്ലിം ക്രിസ്ത്യാനിയായി തന്നെ പ്രശ്നം. അപ്പൊ ഒരു വീട്ടിൽ 3 റിലീജിയൻ വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, അച്ഛനും അമ്മയും വേറെ റിലീജിയൻ, മകനുണ്ടായപ്പോൾ അവന് ചൂസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതൊക്കെ ഇവിടെ പഠിക്കാൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവിടെ പഠിക്കാൻ വരുമ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ ഭയങ്കര ടോപ്പായിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ആ ഒരു ക്ലാസ് റൂമിൽ കിട്ടുന്നത്, ഇപ്പൊ എന്റെ വൈഫിക്കും പറയാൻ, ഈ നൈജീരിയക്കാർക്ക് ഇത്ര ബുദ്ധി ഉണ്ടോ എന്ന് അവൾ എന്നോടൊന്ന് ചോദിക്കും. സത്യം പറഞ്ഞാൽ എന്റെ വൈഫിന് അത്യാവശ്യം എഡ്യൂക്കേഷൻ പരമായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, റാങ്ക് ഹോൾഡറൊക്കെ ആയിരുന്നു MK യൂണിവേഴ്സിറ്റി. പക്ഷെ അവള് തന്നെ ഇവിടെ വന്നിട്ട് ഇവർക്കിടെ മുമ്പിൽ ഒന്നും അല്ലാതെ ആവുകയാണ്. അതേസമയം നാട്ടിൽ വലിയ പുലിയായിട്ട് റിസൾട്ട് വരുമ്പം ആ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ ഫോട്ടോയൊക്കെ വന്ന ആളാണ്. പക്ഷെ ഇവിടെ വന്ന് ഒതുങ്ങി പോവാണ്. അതാണ് ഞാൻ പറയണ, മനസ്സിലാവണ്ടല്ലോ. ഇപ്പൊ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഒപ്പം ഇരുന്ന് പഠിക്കുന്നതിന്റെ ഗുണം നമുക്ക് എന്നും ഉണ്ട്. പിന്നെ ഈ രാജ്യത്തിന്റെ ഒരു എന്താ പറയണ, ഒരു കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഈ രാജ്യം എങ്ങനെയാണ് മുമ്പോട്ട് പോണത്. അതായത് ഈ അടുത്ത് ഞാൻ ഒരു വീഡിയോയുടെ ഇടയ്ക്ക് പോഡ്കാസ്റ്റിനടുത്ത് സംസാരിച്ചപ്പം 100 വർഷം മുമ്പേ ഈ രാജ്യത്തിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. ഇപ്പൊ ചെറിയ ചെറിയ മെയിൻ്റെനൻസ് ആണ്. ഞാനത് കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ഞാൻ എവിടെ പോയാലും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് UK കൺസ്ട്രക്ഷൻ കാണൽ കുറവാണ്. ഓക്കെ, വളരെ കുറവാണ്. പക്ഷെ ഇവിടെ മെയിൻ്റെനൻസ് ആണ്. അതുകൊണ്ട് ഇവിടെ ഈ കരം പിരിക്കല്, അല്ലെങ്കിൽ റോഡ് പണിത് ടോള് പിരിക്കല്, അതൊക്കെ ഇവിടെ കുറവാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഗവൺമെന്റ് സിസ്റ്റം, ഹോസ്പിറ്റൽ സിസ്റ്റത്തിന് പ്ലസും മൈനസും ഉണ്ട്. പക്ഷെ ഇതൊക്കെ വിഷ്വലി എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം എന്ന് പറയുന്നത് ഈ സ്റ്റുഡന്റ് പീരീഡ് തന്നെയാട്ടോ. ഇപ്പൊ വരുവാണെങ്കിൽ അടിപൊളിയാണ്. ഞാനിക്കും ചെറിയ കാര്യത്തിൽ റിഗ്രറ്റ് ചെയ്യാണ്ട് പഠിക്കാനായിട്ട് ഇവിടെ വരാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്. പിന്നെ ഇവിടെ വന്ന എഡ്യൂക്കേഷൻ UK ഒന്നും പറയാനില്ല, അത് ടോപ്പ് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ പ്രൊഫസേഴ്സ് ആണെങ്കിലും എല്ലാം ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളതാണ്. ഞാൻ നിങ്ങളെ വരുത്താൻ വേണ്ടി ചെയ്യണ ഒരു വീഡിയോ അല്ല കേട്ടോ. ഇവിടെ ഒത്തിരി നെഗറ്റീവ് കൊണ്ട് നിങ്ങൾ ലോൺ എടുത്താൽ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ വരാൻ നിൽക്കണ്ട, വരുമ്പോൾ തന്നെ പാർട്ട് ടൈം കിട്ടുക എന്നുള്ളതൊക്കെ ഇച്ചിരി പാടാണ്. പിന്നെ പാർട്ട് ടൈമൊക്കെ ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പം 10 പേര് സെപ്റ്റംബർ ഇൻടേക്കിലോട്ട് വന്നു, 5 പേർക്ക് കിട്ടി, 5 പേർക്ക് കിട്ടാതിരിക്കാം. ചിലപ്പോൾ 8 പേർക്ക് ജോലി കിട്ടി, 2 പേർക്ക് കിട്ടാതിരിക്കാം. അതെല്ലാം പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡ്. നമ്മൾ വരുമ്പം എങ്ങനെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നമ്മളെങ്ങനെ നമ്മളെ സാധ്യതകൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഞാൻ പല ഇന്റർവ്യൂ വീഡിയോസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ പൊളിച്ചിരുന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇന്റർവ്യൂ കിട്ടുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഈ അടുത്ത് NHS റിക്രൂട്ട്മെന്റിലോട്ട് ഒരു പെങ്കൊച്ചിന് കിട്ടി. അവൾ യൂസ് ചെയ്ത മെത്തേഡ് ഇന്നേ വരെ ഞാൻ ചിന്തിക്കാത്തൊരു മെത്തേഡാണ് അവൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം മാക്സിമം ഇപ്പൊ എന്റെ വീഡിയോസ് ഒന്നല്ല, എന്റെ വീഡിയോസ് കാണുവാണെങ്കിൽ തന്നെ എന്റെ ഇന്റർവ്യൂ വീഡിയോസ് കാണണമെന്ന് ഒരു റിക്വസ്റ്റ് ആണ്. ഓക്കെ, ഇങ്ങോട്ട് വന്നവരെല്ലാവരും, ഇപ്പൊ നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കണു, ഞാൻ എന്തിനാ IT കാരന്റെ ഇന്റർവ്യൂ കാണണേന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. ഇന്റർവ്യൂ വീഡിയോസ് കാണുക. എല്ലാവരും പല പല മെത്തേഡാണ് യൂസ് ചെയ്തേക്കണം. ഓക്കെ, പിന്നെ ഇപ്പം ലാസ്റ്റ് ഒരു കൺക്ലൂഷനിലോട്ട് ഞാൻ വരുവാണ്. UK വന്ന വർത്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സൊല്യൂട്ട്ലി വർത്ത്. എന്നാന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി മെസ്സേജ് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. എന്റെ വീട് ആ കാണുന്നതാണ്. ഞാനപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ട് ഈ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇവിടെ വന്ന് നിന്ന് ഈ വീഡിയോ എടുത്തത്. എന്നോട് അഭിപ്രായം ചോദിച്ചാലുള്ള കാര്യം കേട്ടോ. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഏതൊക്കെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം, ഏതൊക്കെ പ്ലേസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്, പിന്നെ പാർട്ട് ടൈം ഫുൾ ടൈം എവിടെയാണ്, ഏത് സ്ഥലത്താണ് കൂടുതൽ കുറവെന്ന് വെച്ചാൽ എനിക്ക് നോ ആൻസർ. എനിക്ക് അതിനൊരു ആൻസർ ഇല്ല. കാരണം ഞാൻ ഒരു സ്ഥലം പറഞ്ഞാൽ അവിടെ ഉള്ളവർ എന്നോട് ചോദിക്കും, ബ്രോ ഞാനിവിടെ വന്നിട്ട് 2 മാസം എനിക്ക് ജോലി ആയിട്ടില്ല എന്ന് പറയും. അതുകൊണ്ട് അതിന് ഞാൻ ഉത്തരം പറയാൻ ആളല്ല. അപ്പം ഇപ്പൊ ഈ അടുത്തിട്ട എന്റെ 2 വീഡിയോസും നിങ്ങൾ കണ്ടിട്ട് വേണം UK വരാനുള്ള തീരുമാനം എടുക്കണമെന്ന് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഞാൻ എന്റെ ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ഇത് എന്റെ പെങ്ങളോ എന്റെ ആങ്ങളെയോ ഇങ്ങോട്ട് വരുമ്പം ഞാൻ അവർക്ക് കൊടുക്കുന്ന വീഡിയോ ആണിത്. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ സ്റ്റേ ട്യൂൺ ടു അബീസ് UK ചാനൽ. ബൈ മച്ചാൻ.